ഹായ് ഫ്രാൻസ്. ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത മച്ചാൻ്റെ മാലാക ഇന്നലെ പടം കണ്ട്. സെക്കൻഡ് ഷോ ആണ് പടം കണ്ടത്. അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയിലാണ് പോയത്. ബോബൻ സാമുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ, അത്യാവശ്യം ഒരു ക്വാളിറ്റി ഫിലിം മേക്കറാണ്. ജനപ്രിയൻ, ഹാപ്പി ജേണി, റോമൻസ് അതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ഗുണ്ടുകൾ ആൾ ചെയ്തിട്ടുണ്ട്. ആൾ നടനും കൂടിയാന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആള് വരുന്നു. പിന്നെ സൗബിൻ, നമിത പ്രമോദ്, ശാന്തികൃഷ്ണ, ദിലീഷ് പോത്തൻ, മനോജ് കെ അത് ഈണ്ട താരനിര തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഒരു ഫീൽ ഗുഡ് സാധനം പടം. KSRTC കണ്ടക്ടറാണ് സൗബിൻ. ഇങ്ങനെ കൂട്ടിമുട്ടുന്നതിന് അമിതമായിട്ട് കുറച്ച് ക്ലാഷും കാര്യങ്ങളൊക്കെ പിന്നെ പ്രണയത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു കഥ. ഒരു ഫീൽ ഗുഡ് പ്രതീക്ഷിച്ച് പോയിട്ട് നമുക്ക് ഫീൽ ഗുഡ് കിട്ടിയില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഒരു ആവറേജ് എന്ന് പറയാൻ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥയാണ്. കുറച്ച് ഇങ്ങനെ ഞാൻ കണ്ടിരുന്നു. പടം ബ്ലാങ്ക് ആണ്. നമ്മൾ കണ്ടുമെടുത്ത കേട്ടുമെടുത്ത സബ്ജക്റ്റാണ്. ഇങ്ങനത്തെ കഥകൾ നമ്മൾ പണ്ട് മുതൽ മലയാള സിനിമയിൽ കാണുന്നതാണ്. പ്രത്യേകിച്ച് ശാന്തികൃഷ്ണൻ ചെയ്ത ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടർ മോൾക്ക് കിട്ടുന്നതും അവിടെ അനുഭവിക്കുന്ന ഒരു ഹസ്ബൻഡ് ആണ് മനോജ് കെ. നമുക്ക് പഴയ പടങ്ങളിൽ നമ്മൾ ജഗദീനി, ഇന്നസെൻറ്റ്, ശങ്കരാടീനൊക്കെ കണ്ടിട്ടുണ്ട് കുറേ അങ്ങനെ. അപ്പോൾ അത് ഇവരൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. ശങ്കരാടിയുടെ സോറി, മനോജ് കെൻ്റെ പെർഫോമൻസ് ആയാലും ദിലീഷ് പോത്തനും രസമായിട്ട് വന്നിട്ട് ഇടയ്ക്ക് കൗണ്ടറൊക്കെ അടിച്ച് പോകുന്നുണ്ട് ഇടയ്ക്ക്. അതുപോലെ തന്നെ സൗബിനായാലും അതൊക്കെ സിമ്പിൾ സംഭവമാണ്. ഇവർക്കൊന്നും വലിയ എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട റോളുകളൊന്നും ആയിരുന്നില്ല. അമിത പ്രമോദനൊക്കെ എല്ലാം സിമ്പിളാണ്. പിന്നെ ശാന്തി കൃഷ്ണനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും സ്ക്രീനിൽ കണ്ടു. അങ്ങനൊരു എല്ലാവരും കൂടി വന്നിട്ട് പെർഫോം ചെയ്യാൻ കുറച്ച് ഏരിയകളൊക്കെ ഈ പടത്തിനുണ്ട്. പെർഫോം ചെയ്യാൻ അത് അവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ശ്രുതി ജയൻ, ദർശന, ആര്യ, വിനീത് തട്ടിൽ, ധ്യാൻ ശ്രീനിവാസ് ഈ പടത്തിലുണ്ട്. അങ്ങനെ ഇവരൊക്കെ കേക്കൊക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ പടത്തെ റൈറ്റർ വന്ന് ജക്സൺ ആൻ്റണി ആൻഡ് അജീഷ് പി തോമസ് ആണ്. വളരെ മോശം റേറ്റിംഗ് തന്നെ പറയും. കാരണം ഇത് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. കാരണം ബോബൻ സാമുവൽ ഇവർ വീണ്ടും ഒന്നിക്കും. പിന്നെ ഇതിൻ്റെ ഭയങ്കര പ്രൊമോഷനൊക്കെ ആയിരുന്നു. അപ്പോൾ എക്സ്പെക്റ്റേഷൻ കൂടിയത് കൊണ്ട് അല്ലെങ്കിൽ ആവറേജ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്തിടുന്നു. പിന്നെ നമ്മൾ ഒരുപാട് കാലം മുമ്പ് കേട്ടുമെടുത്തൊരു സബ്ജക്റ്റാണ്. ഇതിലേക്ക് പോസിറ്റീവാന്ന് പറയാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവരോരോ കൗണ്ടറുകളൊക്കെ അടിച്ച് പോകുന്നുണ്ട്. ഇൻ്റർവ്യൂവിലെ പടം പിന്നെയും കണ്ടിരിക്കും. ഇൻ്റർവ്യൂവിന് ശേഷമൊക്കെ അത് ഒരു എവിടെ എത്താണ്ട് പോയൊരു ഫീലാണ് കിട്ടിയത്. ഒരു ഫീൽ ഗുഡ് അടിച്ചില്ല. പിന്നെ പൂത്തുകുത്തിച്ചാവുന്നു. പിന്നെ ഡോണർ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതിൽ. അതൊക്കെ നമ്മൾ കുറേ പടങ്ങളുടെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഇമോഷണലി കണക്ട് ചെയ്യാൻ ഫാമിലി ലൈഫിൽ കൊണ്ടുവരാമെന്നൊക്കെ ചിന്തിച്ച് ഒക്കെ എത്തിച്ച് പക്ഷേ എവിടെ എത്താണ്ട് പോയൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട് ഈ പടത്തിൽ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഒരു വൺ ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് ഒരു ആവറേജിന് താഴെ എക്സ്പീരിയൻസ് ആണ് ഫീൽ ചെയ്ത്. ഒരു എന്ന് പറഞ്ഞ പെർഫോമൻസുകളൊക്കെ ഇവരൊക്കെ നല്ല ആക്ടേഴ്സാണ്. ഇവർക്ക് ആ ചെയ്ത റോള് ഇവർ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്ക്രിപ്റ്റിംഗ് കഥയാണ് മൊത്തത്തിൽ പോയി കിടക്കുന്നത്. പിന്നെ ഡയറക്ഷൻ ആയാലും നമ്മൾ ബോബൻ സാമുവൽ എന്നൊരു ഡയറക്ടർ നമുക്കറിയാം. അപ്പോൾ മൊത്തത്തിലൊരു ഫീൽ ഗുഡ് അടിച്ചില്ല. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയന്. ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ട ആളുകൾക്ക് ഒന്നും അഭിപ്രായിക്ക് കുറച്ച് പിന്നെ പ്രകൃതി ഭംഗി കാര്യങ്ങളൊക്കെ, നാട്ടിൻപുറം കാര്യങ്ങൾ, ഒരു പോത്തുംകുട്ടി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഇടയ്ക്കൊക്കെ ഞാൻ ചിരിച്ചു വന്നത് മാത്രം. മൊത്തത്തിൽ ഒരു അത്ര മോശം എന്നല്ല, പക്ഷെ ഒരു ആവറേജിന് താഴെ നിൽക്കുന്ന ഒരു പടമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ബൈ മുകേഷ്.